ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. രാവിലെ എണീറ്റപ്പം പിന്നെ സ്കൂളിൽ പോകാൻ മൂടൊന്നും തോന്നിയില്ല. എന്ത് ചെയ്യുമെന്ന് ആലോചിച്ചിരുന്നപ്പോൾ അമ്മ പറഞ്ഞു ഇന്നൊരു കല്യാണമുണ്ടെന്ന്. പിന്നെ ഒന്നും നോക്കിയില്ല ഗായ്സ്, കല്യാണത്തിന് പോയി. അവിടെ ആണെങ്കിൽ ടൂറിസ്റ്റ് ഒന്നുമില്ല ഗായ്സ്, ടെമ്പോ ബസ്സായിരുന്നു. പിന്നെ കിട്ടിയ ടെമ്പോയിൽ കിട്ടിയ ഷൂവും പാൻറ്റും ഒക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ അറിയായിരുന്നു. നമ്മളവിടെ പോയിരുന്ന അരമണിക്കൂറായിട്ടും അവരൊന്നും ഇറങ്ങിയില്ല ഗായ്സ്. നമ്മൾ വിടുമോ? പിന്നെ നമ്മളെ എടുത്ത് വിട്ടുകൊണ്ട് വണ്ടിയിൽ ഇതാ പോകണം. പിന്നെ വണ്ടിയിലകത്തോട്ട് ഇതാണ് ഗായ്സ്, ഇതൊക്കെ കണ്ടിട്ടുണ്ടാവും. എന്നാൽ ചുമ്മാ എടുത്തോളൂ ഗായ്സ്. നമ്മൾ വിടുമോ? നമ്മളെടുത്തിട്ടുണ്ട് പോയി. ഉടനെ തന്നെ എല്ലാം ഇവിടെ വിളിച്ചോണ്ട് അവന്മാരെ വന്ന്. അതാണ് ബ്രോ നമ്മുടെ പവർ. നമ്മളെ പിറകെ നല്ല പേര് കേസ്. പിന്നെ മണ്ടത്തെ എത്തിയ കേസ് അവിടെ മൊത്തം ചവർ കേസ്. ഒരു നല്ല ആൾക്കാരെ പോലും ഇല്ല കേസ്. പിന്നെ അവിടെ മൂലയിൽ ഒതുങ്ങിയിരുന്നു കേസ്. ബോറടിച്ചാത്ത കേസ്. എല്ലാം ഒറ്റയ്ക്കാണ് കേസ്. സിംഗിൾ ലൈഫ് ആവും തോന്നുന്നു. നോക്കിയതുകൊണ്ട് എവിടെ പോയാലും ഞാനും ഷൂ മാത്രം. പിന്നെ ഫോണുള്ളതുകൊണ്ട് രക്ഷപ്പെട്ടു ഗൈസ്. പിന്നെ കക്കൂസ് ഒക്കെ ഇറങ്ങാണ് ഗൈസ്. ഒന്നിന് പോകാൻ ഇവിടെ ആണെങ്കിൽ ലേഡീസ് ടോയ്ലറ്റ് മുക്കിന് ജെൻസ് ടോയ്ലറ്റ് എന്ന് പറഞ്ഞ സാധനമേല ഗൈസ്. പിന്നെ തപ്പി പിടിച്ച് അതൊക്കെ ടോയ്ലറ്റൊക്കെ പോയിട്ട് പറഞ്ഞു കാശ് പള്ളിയുടെ ബാക്കിലൊരു വൈബ് സംഭവമാണ് ഗൈസ്. ഒരു സ്കൂൾ പോലെയൊക്കെ പണിത് വെച്ചിട്ടാണ്. കിട്ടുന്ന സാധനം ഗൈസ്. ഞാൻ ആദ്യമായിട്ടാണ് ഈ പള്ളിയിൽ പോണത്, ഈ കല്യാണത്തിൻ്റെ മാത്രം. വേറെ ഒന്നും ഞാൻ പോയിട്ട് പോകില്ല ഗൈസ്. കണ്ട ഗൈസ്, കെട്ടൊക്കെ ഇറങ്ങും ഗൈസ്. ഇത് ഇന്നൊന്നും തീരൂലെന്നാണ് തോന്നുന്നത്. വയ്യ ഗൈസ്, നിന്ന് വയ്യ, വിശക്കണ്. അങ്ങനെ വിചാരിച്ച് തീരുലെന്ന് വിചാരിച്ച് ചാടിക്കയറിയതാ വണ്ടിയിൽ പോയിരുന്നു ഗൈസ്. വണ്ടിയിലാണെങ്കിൽ പഴയ ജോക്കറുണ്ട്. എൻ്റെ വണ്ടി എടുത്തുകൊണ്ട് മണ്ടോത്തി പോയി ചോറ് സദ്യ വിളമ്പി, ചോറ് വിളമ്പി എല്ലാം വരട്ടെ. അങ്ങനെയെല്ലാം കഴിഞ്ഞ് തിരിച്ചു വന്ന് ഗൈസ്.